കാരണം ഇത് മകം രാശിക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. 31 ഡിസംബർ 2024 നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് ഈ മെസ്സേജസ് നിങ്ങൾക്ക് വന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, പിന്നെ അവസാനം നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാനെ, ഓറക്കൽ മെസ്സേജ് മകം നാളുകാർക്കുള്ള ഓറക്കൽ മെസ്സേജാണിത്. മകം നാളുകാർക്കുള്ള ഓറക്കൽ മെസ്സേജാണിത്. ഭഗവാനെ, ഒരു കാർഡാണ് തിരിഞ്ഞത്. നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പുറത്ത് ശബ്ദം കേൾക്കുന്ന വണ്ടികൾ പോകുന്നുണ്ട്, പിള്ളേർ കളിക്കുന്നുണ്ട്, ആകെ ബഹളമാണ്. സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സമയം അങ്ങനത്തെ സമയമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാർഡ് ഓറക്കൽ മെസ്സേജ്, ഈ ഒരു മെസ്സേജ് വന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് വന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് വന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നത്? ഇത് 4 കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഡെത്ത് കാർഡും 6 ഓഫ് സ്വർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയ ഒരു എനർജി ആയിരിക്കാം. എല്ലാ കാര്യത്തിനും ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, ഇതൊരു തേർഡ് പാർട്ടി ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണമെന്നറിയില്ല. എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ആരെ ചൂസ് ചെയ്യണം? നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ വേണോ, ഇവിടുത്തെ തേർഡ് പാർട്ടി വേണോ? ഇതൊരു പ്രശ്നമുള്ള പോലെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഏതോ ഒരാളെ ഇവിടെ മിക്കവാറും ഈ ക്വീൻ ഓഫ് സ്വേർഡ്സിനായിരിക്കും നിങ്ങൾ ചേർത്ത് പിടിച്ചേക്കുകയാണ്. മനസ്സിലാവുണ്ട്? അവരെയും കൊണ്ടാണോ നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? അവരെ വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വേറൊരു റീഡിംഗ് വരുന്നത്, ഇവിടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെയുള്ള ആൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങളിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്നിട്ട് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണം എന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലാണ്. ഇവിടെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത് വളരെ സീരിയസ് ആയ തീരുമാനമാണ് എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആലോചിച്ചാണ് എടുക്കുന്നത്. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ കുളമാവും കേട്ടോ. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ സ്കോർപിയോ ആണുള്ളത്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. പക്ഷേ ആ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ വഴിത്തിരിവിലാണ്, അത് തന്നെ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള വളരെ അഗാധമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ്റെ കോൺസെൻട്രേഷനാണ്. പല വഴികൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? കാരണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ ചോയ്സ് ശരിയാകുമെന്ന്. ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്, അത് ആലോചിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആയിരിക്കുമോ എന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. തീരുമാനം എടുക്കണം നിങ്ങളിവിടെ, മനസ്സിലായി? പക്ഷേ അത് തീരുമാനം എടുത്താലോ തെറ്റിപ്പോയാലോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ശിവഭഗവാൻ നിങ്ങൾക്ക് മെസ്സേജ് തന്നത്. നിങ്ങളൊരു വഴിത്തിരിവിലാണ്, ദൈവത്തിൻ്റെ സഹായത്തോട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കണമെന്ന്. ഇവിടെ മേജർ അർക്കാന അല്ല സോഡിയാക് സൈൻസ് ഒന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ?
നിങ്ങൾ ആരോടോ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ വൈഫിനോടാണ് നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? പക്ഷേ ഈ തേർഡ് പാർട്ടി കൊണ്ട് ആ റിലേഷൻഷിപ്പ് എൻഡായി എന്നൊരു പേടി നിങ്ങൾക്കുണ്ട് അല്ലേ? പക്ഷേ എന്നാലും നിങ്ങൾ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് നിങ്ങളുടെ വൈഫ് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ആരാണെന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഒരു എങ്ങനെ പോയി മാപ്പ് പറഞ്ഞ്, അല്ലെങ്കിൽ മാപ്പ് പറയാൻ നിങ്ങൾക്ക് മടിയാണ്. ഇതെങ്ങനെ പോയിട്ട് ഇവിടെ നിന്നൊരു ഇതിങ്ങനെ സോൾവ് ചെയ്തെടുക്കണം എന്നറിയില്ല. ഇത് ഭയങ്കര ഒരു പ്രാരാബ്ധമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണം? നിങ്ങളിങ്ങനെ ദൂരെ നിന്ന് നോക്കുകയാണ്. ഇവർ നിങ്ങളുടെ ഫാമിലി ഇപ്പം എങ്ങനെയാണ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നതെന്ന് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അകന്നത് കൊണ്ടാണ്, എന്തോ ഫാമിലി പ്രാരാബ്ധം കൂടി, അതുകൊണ്ട് നിങ്ങൾ അകന്നു നിന്നു. അപ്പോൾ അകന്നു നിന്നപ്പോൾ നിങ്ങൾ ഇവരെ കുറേ എന്താ പറയുക, ഭർത്താവിനോടോ ഭാര്യയോടോ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവ് ആരാന്ന് വെച്ചാൽ അവരോട് കുറേ എന്താ പറയുക മൈൻഡ് ഗെയിംസ് കളിച്ചു. ഇപ്പോൾ പക്ഷേ നിങ്ങൾ പാഠം പഠിച്ചു. കാരണം നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോകാൻ ആഗ്രഹിച്ചെങ്കിലും അവരുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് പിടുത്തം കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരാണ് നിങ്ങളുടെ ലൈഫിലുള്ള അവരുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്നാകും. പക്ഷെ അത് ഈസി അല്ല. അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയും നിങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ സ്വഭാവം അറിഞ്ഞപ്പോൾ പോവണ്ട, എനിക്ക് തിരിച്ചിങ്ങോട്ട് വരണം എന്നായി. പക്ഷേ ചെയ്യാനുള്ള തെറ്റ് മുഴുവൻ ചെയ്ത് വെക്കുകയും ചെയ്തു. ഇനി എന്ത് മുഖത്തോടും നിങ്ങളിവിടെ ഒരു തീരുമാനമെടുക്കും, തിരിച്ച് ഇവരുടെ അടുത്തേക്ക് എങ്ങനെ പോകും? അപ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇവിടെയും മേജർ ഇതൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ഇത് നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിലെ പേഴ്സൻ്റെ എനർജിയോ ആവാം കേട്ടോ. 2 ഓഫ് പെന്റക്കിൾ. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങൾ ആലോചിക്കുക. ഇവിടെ സ്നേഹമില്ല, സ്നേഹം പോയി. നിങ്ങൾ തേർഡ് പാർട്ടി, നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൽ നിന്ന്, നിങ്ങളെ കൂടെയുള്ള ആളിൽ നിന്ന് നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് പോയപ്പോൾ തന്നെ നിങ്ങൾ കൂടെയുള്ള ആളിനോടുള്ള സ്നേഹം പോയി. നിങ്ങളുടെ അവിടെ ഇനി സ്നേഹമില്ല. ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിക്വയർമെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി. അല്ലാതെ അവിടെ സ്നേഹമില്ല. ഒരു ഗതികേട് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് ഒരു കാര്യം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഏതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി? നിങ്ങളുടെ കുടുംബമാണോ പ്രയോറിറ്റി, അതോ നിങ്ങൾ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഓക്കെ പൊക്കോട്ടെ, എല്ലാം പൊക്കോട്ടെ എന്ന് വെച്ച് നിങ്ങൾ ഇറങ്ങിപ്പോകണം? അവിടെയാണ്. അപ്പോൾ സ്നേഹം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ സ്നേഹമില്ല. നിങ്ങളുടെ ലൈഫിലുള്ള ആൾക്കും ചിലപ്പോൾ നിങ്ങളോട് സ്നേഹം ഉണ്ടായില്ല. കാരണം നിങ്ങൾ അവരെ ചതിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്നേഹമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. സിറ്റുവേഷൻ മാറി. നമ്മൾക്ക് ചൂടെടുക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ ആ സിറ്റുവേഷൻ മാറി. പിന്നെ പഴയ പോലെയുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അവിടെ പല വ്യത്യാസങ്ങളും വരും. നിങ്ങൾക്ക് തമ്മിലുള്ള വിശ്വാസത്തിന് വ്യത്യാസം വരും, നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹത്തിന് വ്യത്യാസം വരും, പെരുമാറ്റത്തിന് വ്യത്യാസം വരും, ഇതെല്ലാം വ്യത്യാസം വരും. അപ്പോൾ പഴയ ഒരു സിറ്റുവേഷനിലേക്ക്, പഴയ ഒരു സ്നേഹത്തിലേക്കല്ല നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഏതാണ് ഭേദം, തമ്മിൽ ഭേദം തൊമ്മൻ, ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒന്നും വേണ്ട, ഞാൻ തിരിച്ചു പോണില്ല എന്ന് വെച്ച് മുമ്പോട്ട് പോവുകയാണോ വേണ്ടത്, അതോ നിങ്ങൾ തിരിച്ച് ഫാമിലിയിലേക്ക് പോവുകയാണോ വേണ്ടത് എന്ന തീരുമാനമാണ് ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവത്തിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ എടുക്കാനുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ. അപ്പോൾ ഇതിനകത്ത് മേജർ ഇതൊന്നും കണ്ടില്ല. ഒരു കാർഡ് മാത്രമേ കണ്ടുള്ളൂ. അത് സോഡിയാക് സൈൻ, മേജർ സോഡിയാക് സൈൻ ആണ്, സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൃദ്ധമായിട്ട് തരട്ടെ എന്ന് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ.